സർവാദരണീയനായ ഒരളവ് വരെ ലോകപ്രശസ്തിയുള്ള സാഹിത്യകാരൻ ശ്രീ എം.ടി. വാസുദേവൻ നായർ 2 ദിവസങ്ങൾക്ക് മുൻപ് ഒരു സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം കേരള രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വളരെ വ്യാപകമായ ചർച്ചയ്ക്ക് വിഷയീഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2003 അദ്ദേഹം കാലഘട്ടത്തിൻ്റെ ഒരാവശ്യം എന്ന തലക്കെട്ടോടുകൂടി എഴുതുകയും പിന്നീട് സ്നേഹാദരങ്ങളോടെ എന്ന പുസ്തകത്തിൽ ആവർത്തിക്കുകയും ചെയ്ത ഒരു ലേഖനത്തിൻ്റെ പുനരാവിഷ്കാരമാണ് ശ്രീ എം.ടി. വാസുദേവൻ നായർ 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ സാഹിത്യ സമ്മേളനത്തിൽ നടത്തിയത്. ആ പ്രസംഗം 20 വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അതിൽ നിന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ, ഇവിടുത്തെ ബുദ്ധിജീവികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, വിദ്യാഭ്യാസ വിദഗ്ധന്മാർ എല്ലാവരും കരുതിയതും ആ ലേഖനത്തിന് കാലാതീതമായ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. 2 ദശാബ്ദങ്ങൾ കഴിഞ്ഞെങ്കിലും ആ ലേഖനത്തിൽ പ്രകടിപ്പിച്ചതായ ശ്രീ എം.ടി. വാസുദേവൻ നായരുടെ അഭിപ്രായം 2024 സംഗതമാണ്, കാലോചിതമാണ്, ആ ലേഖനം കാലാതീതമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അനേകം ആളുകൾ കേരളത്തിലുണ്ട്. അത് ഏറ്റവും പ്രധാനമായി അതിൽ പരാമർശിക്കുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷത കൂടിയാണ്. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേക ശ്രദ്ധ ലഭിച്ചിരിക്കുന്നത്. വർത്തമാനകാല രാഷ്ട്രീയത്തിൽ അധികാരത്തിൻ്റെ ധാർഷ്ട്യവും അധികാരത്തിൻ്റെ അഹങ്കാരവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് അദ്ദേഹം ഈ ലേഖനം ആവർത്തിച്ച് വായിച്ചത് എന്നാണ് നല്ല ഒരു വിഭാഗം ചിന്തകന്മാരും രാഷ്ട്രീയക്കാരും അഭിപ്രായപ്പെടുന്നത്. സർവാധിപത്യത്തിലേക്ക് പോകാനുള്ള പ്രവണത ഏകാധിപതികളായിരിക്കുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളത് വളരെ അപകടകരമാണ്, ജനാധിപത്യത്തിന് അപകടമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മപ്രശംസയിൽ, അതുപോലെ വാഴ്ത്തുപാട്ടുകളിലൊക്കെ അഭിരമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരിക്കലും അഭികാമ്യമല്ല എന്നും അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്നു. സ്തുതിപാഠകരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അധികാരത്തിൻ്റെ ധാർഷ്ട്യം കാണിക്കുന്നതും ന്യൂനപക്ഷത്തെയും അല്ലെങ്കിൽ എതിർ ശബ്ദത്തെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്നതുമൊക്കെ ഏകാധിപത്യത്തിൻ്റെയും തുടർന്ന് സർവാധിപത്യത്തിൻ്റെയും ഒക്കെ ലക്ഷണങ്ങളാണ് എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. കൂട്ടത്തിൽ അദ്ദേഹം ഇതിനെ സമാനമായി അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെടുത്തി ബഹുമാന്യനായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന EMSനെയും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്, മാതൃകയാക്കിയിട്ടുണ്ട്. ശ്രീ EMSനെ പോലെയുള്ള ആളുകൾ ഒരിക്കലും സ്തുതിപാഠകരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആത്മപ്രശംസയോ അല്ലെങ്കിൽ ആരാധനയോ നടത്തിയിട്ടുള്ള ഒരാളല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നു. ബിംബവൽക്കരണവും വിഗ്രഹവൽക്കരണവും ഒരു പ്രസ്ഥാനത്തിനും നല്ലതല്ല എന്ന് അദ്ദേഹം ആർക്കും സംശയമില്ലാത്ത തരത്തിൽ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചെന്ന് കൊണ്ടത് നിലവിലുള്ള കേരളത്തിലെ ഭരണകർത്താക്കളെ ആണ് എന്നതാണ് ഇത് വിവാദത്തിന് വഴിതെളിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആയ കാര്യങ്ങൾ അല്ലെങ്കിൽ ആവർത്തിച്ചതായ കാര്യങ്ങളെല്ലാം ഇന്ന് കേരളത്തിലെ ഭരണ നേതൃത്വത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ അല്ലെങ്കിൽ ഈ വർത്തമാനകാലത്ത് തന്നെ പലപ്പോഴും വ്യാപകമായ ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത് ശ്രീ പിണറായി വിജയൻ്റെ ഏകാധിപത്യ ശൈലിയും ധാർഷ്ട്യവും അധികാരത്തിൻ്റെ ഹുങ്കും അഹങ്കാരവും ഒക്കെ തന്നെയാണ്. എന്നാൽ അതിലെ നേതാക്കന്മാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ എം.ടി. വാസുദേവൻ നായർ
സാന്ദർഭികമായി ഈ പ്രസംഗം ആവർത്തിച്ചതാണെങ്കിലും പ്രസക്തി നഷ്ടപ്പെട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ പുനരാവിഷ്കരിച്ചത്. അതോടുകൂടി CPM പ്രതിക്കൂട്ടിലായി. CPMന് ഇനിയും ഇത് ന്യായീകരിക്കുവാൻ ന്യായീകരണ തൊഴിലാളികളെ രംഗത്തിറക്കേണ്ടതായി വന്നു. ഇത് ഞങ്ങളെക്കുറിച്ചല്ല, അല്ലെ CPMനെ കുറിച്ചല്ല, പിണറായി വിജയനെക്കുറിച്ചല്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് രക്ഷപ്പെടാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് ആ പാർട്ടിയുടെ നേതാക്കൾ എന്നതാണ് ഇതിനകത്തെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സാഹചര്യം. പാർട്ടിയുടെ സെക്രട്ടറി ആകട്ടെ, അദ്ദേഹം പറയുന്നു ഇത് CPMനെ കുറിച്ചോ CPM നേതൃത്വത്തെക്കുറിച്ചോ ഭരണ നേതൃത്വത്തെക്കുറിച്ചൊന്നുമല്ല. തൊട്ടടുത്ത നിമിഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരിക്കുന്ന അദ്ദേഹം പറയുന്നു ഇത് തീർച്ചയായും ശ്രീമാൻ നരേന്ദ്രമോദിയെക്കുറിച്ചാണ്. അദ്ദേഹം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ വളരെ രസകരമായ അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ്. ആ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന വ്യാഖ്യാനത്തെയൊക്കെ ആളുകൾ പുച്ഛിച്ച് തള്ളുകയാണ്. എന്നാൽ അതുകൊണ്ടും മതി വരാതെ മറ്റു ചില ന്യായീകരണ തൊഴിലാളികൾ, മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതൊരിക്കലും പിണറായിയെയോ പിണറായി സർക്കാരിനെ കുറിച്ചല്ല, ഇത് നരേന്ദ്രമോദിയെക്കുറിച്ചാണ്, നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ ശൈലിക്കെതിരായിട്ടുള്ള പ്രസ്താവനയാണ് എന്ന് പറയാൻ മന്ത്രിമാർ വല്ലാതെ ബന്ധപ്പെടുകയാണ്. അതിൻ്റെ മുന്നണിയിൽ നിൽക്കാൻ ശ്രമിക്കുന്നത് പതിവ് പോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ചാടിയിറങ്ങുന്ന നമ്മുടെ സാംസ്കാരിക മന്ത്രി തന്നെയാണ്. ഒരാളിൻ്റെ സാന്നിധ്യം മാത്രമേ ഉള്ളൂ ഇനിയും വെളിപ്പെട്ട് വരാൻ. അത് വലിയ ബുദ്ധിജീവിയുടെ പരിവേഷമണിയുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായ മുൻ മന്ത്രി ശ്രീ AK ബാലനാണ്. അദ്ദേഹം താമസിയാതെ ആയുധങ്ങളുമായി പ്രതിരോധിക്കാൻ രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പ്രതിരോധമെല്ലാം പാളിപ്പോകുന്നു എന്നുള്ളത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രമല്ല, സാംസ്കാരിക നായകന്മാരും അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ സക്കറിയ, സച്ചിദാനന്ദൻ, MK സാനുമാഷ് തുടങ്ങിയതായിട്ടുള്ള ആളുകളും രംഗത്ത് വന്നതോടുകൂടി CPM ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് ഒരു ഏടാകൂടത്തിലാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഇത് നിലവിലുള്ള കേരള ഭരണ സംവിധാനത്തിന് ശക്തമായി മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിന് കാലാതീതമായ പ്രസക്തി ഉള്ളതാണ്. ബോധപൂർവമാണ് ശ്രീ MT വാസുദേവൻ നായർ അത് ആവർത്തിച്ചത് എന്ന് വിശ്വസിക്കാനാണ് ബഹുഭൂരിപക്ഷം ആളുകൾക്കും താല്പര്യവും, അതാണ് അതിൻ്റെ യാഥാർത്ഥ്യവും. പക്ഷേ അത് നിലവിലുള്ള സംസ്ഥാന ഭരണത്തിൻ്റെ മുഖത്തേറ്റ ഒരു വലിയ അടിയായതുകൊണ്ട് അവരാകെ ഇപ്പോൾ പ്രതിരോധത്തിലാണ്. ശ്രീമാൻ NE സുധീറിനെ പോലെയുള്ള പുതിയ തലമുറ സാഹിത്യ വിമർശകന്മാർ പോലും ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞത് പരമമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് നിലവിലുള്ള കേരളത്തിലെ ഭരണ സംവിധാനത്തിനുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയും ഏതെല്ലാം തരത്തിൽ തല കുത്തി നിന്നുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ആ പ്രതിരോധം കൂടുതൽ അപഹാസ്യമായി തീരുകയുള്ളൂ എന്ന തിരിച്ചറിവ് CPM നേതാക്കൾക്കുണ്ടാകുന്നില്ല എങ്കിൽ ഇത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും ഒടുവിൽ വളരെ തന്ത്രപരമായ ഒരു സമീപനം ആണ് സ്വീകരിച്ചതായി കാണുന്നത്. അവർ പറയുന്നത് നമ്മൾ ഇതിനകത്ത് തല കൊടുക്കേണ്ട, മാറി നിൽക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ വീണ്ടും തിരിച്ചടികൾ കിട്ടിയെന്ന് വരാം. ഇപ്പോൾ തന്നെ ഈ ആരോപണത്തിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന കഴുത്തറ്റം മുങ്ങിത്തായി താഴ്ന്ന് കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും തലയും കൂടെ മുങ്ങിപ്പോകും, ശ്വാസം മുട്ടി ദുരന്തമുണ്ടാകുമെന്ന ഏകദേശ ധാരണയിൽ ഇപ്പോൾ അവർ മൗനം പാലിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ സന്ദേശത്തിൻ്റെ ഗൗരവം അതിൻ്റേതായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞു.
അത് ഒരു സ്വയവിമർശനത്തിനും ആത്മപരിശോധനയ്ക്കും നിലവിലുള്ള കേരളത്തിലെ ഭരണ നേതൃത്വം തയ്യാറാകുന്നില്ല എങ്കിൽ ഇനിയും കടുത്ത വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും എന്നതും പരമമായൊരു യാഥാർത്ഥ്യമാണ്. ഇത് നരേന്ദ്രമോദിക്കും ഒരുപക്ഷെ സാന്ദർഭികമായി യോജിച്ചതാണ് എന്ന് വന്നേക്കാം. എന്നാൽ പോലും EMSനെയും മറ്റും ഉദ്ധരിക്കുമ്പോൾ കേരളത്തിൽ വെച്ച് നടത്തുന്ന ഒരു പ്രസംഗത്തിൽ ആ പ്രസംഗകൻ തന്നെ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തെ ആവർത്തിച്ചുദ്ധരിക്കുമ്പോൾ അത് ആർക്കാണ് യഥാർത്ഥത്തിൽ കൂടുതൽ പൊള്ളുന്നത് എന്നതും വ്യക്തമാണ്. അരിയാഹാരം കഴിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇത് ആർക്ക് പൊള്ളുന്നു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും മുഖം രക്ഷിക്കാനും ഏറ്റ പോറലുകളൊക്കെ മാറ്റാനുമൊക്കെ ന്യായീകരണ തൊഴിലാളികൾ എല്ലാ മാധ്യമങ്ങളും ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അന്തിചർച്ചകളിലൊക്കെ ഇപ്പോൾ ചില ഇടതുപക്ഷ സഹയാത്രികരൊക്കെ അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ ചോദിക്കുമ്പോൾ അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന രീതിയിലാണ് അന്തിച്ചർച്ചയിൽ ഇടതുപക്ഷ സഹയാത്രികളൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ആക്ഷരികമായി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചർച്ചകളുടെ മധ്യത്തിൽ വെള്ളം കുടിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീമാൻ MT വാസുദേവൻ നായർ പറഞ്ഞത് കാലത്തിനതീതമായി സംഗതമാണ്. വാഴ്ത്തുപാട്ടുകൾക്കും ഈ പറയുന്ന ഈ പ്രശംസയ്ക്കും ബിംബവൽക്കരണത്തിനും വിഗ്രഹവൽക്കരണത്തിനുമൊക്കെ എതിരായിട്ടുള്ള വലിയ ശക്തിയാണ്. എക്കാലത്ത് MT വാസുദേവൻ നായർ ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ട്. മുത്തങ്ങ വെടിവയ്പ്പിലാകട്ടെ, ആണവ നിലയത്തിൻ്റെ സ്ഥാപനത്തിനെതിരായിട്ടാകട്ടെ, ബഹുമാന്യായ നരേന്ദ്രമോദിയുടെ നോട്ട് പിൻവലിക്കലിനെതിരായിട്ടൊക്കെ ആകട്ടെ പ്രതികരിച്ചിട്ടുള്ള ഒരു ആളെന്ന രീതിയിൽ ശ്രീ MT വാസുദേവൻ നായരുടെ പ്രസക്തി ഇപ്പോഴും വളരെ പ്രാധാന്യമുള്ളതാണ്, സംഗതമായിട്ടുള്ളതാണ്, കാലോചിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നെ തല്ലേണ്ട അമ്മാവ, ഞാൻ നന്നാകില്ല എന്നതാണ് ഇപ്പോഴത്തെ ഭരണ നേതൃത്വത്തിൻ്റെയും CPMൻ്റെയും നിലപാടെങ്കിൽ അവർ കൂടുതൽ ചെളിക്കുണ്ടിലേക്ക് താഴും, സമൂഹം അവരെ ചവിട്ടി താഴ്ത്തും എന്ന കാര്യവും മറക്കേണ്ടതില്ല. അതുകൊണ്ട് ശ്രീ MT വാസുദേവൻ നായർ പറഞ്ഞതെല്ലാം ഞങ്ങളെക്കുറിച്ചല്ല, മറിച്ച് BJPയെയും അതിൻ്റെ നേതൃത്വത്തെയും കുറിച്ചൊക്കെയാണ് എന്ന് പറയുന്ന ബാലിശവും ദുർബലവും അപഹാസ്യവുമായ വാദം ന്യായീകരണ തൊഴിലാളികൾ ഉപേക്ഷിക്കുന്നതാണ് അവർക്ക് തന്നെ നല്ലത്. ആവുന്നത്ര ദൂരം പാലിച്ചുകൊണ്ട് ഈ ലഭിച്ചതായിട്ടുള്ള സന്ദേശം ഗൗരവത്തിലെടുത്തുകൊണ്ട് ആത്മവിമർശനത്തിനും സ്വയപരിശോധനയ്ക്കും വഴിപ്പെട്ട് ഈ ധാർഷ്ട്യവും ഹുങ്കും അധികാരവും ഏകാധിപത്യ ശൈലിയുമൊക്കെ സർവാധിപത്യത്തിലേക്ക് നയിക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഉൾക്കൊള്ളുകൊണ്ട് ശ്രീമാൻ EMSനെ പോലെയൊക്കെയുള്ള ആളുകളെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം അല്ലെങ്കിൽ വിപ്ലവ പാർട്ടി എന്നൊക്കെ അഭിമാനിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലത്. അല്ലെങ്കിൽ അവർ ചവിട്ടും തോറും വീണ്ടും വീണ്ടും ആകെക്കൂടെ ചെളിക്കുണ്ടിലേക്ക് അമർന്ന് താഴുകയാണ് എന്നുള്ള ബോധം അവർക്ക് വൈകാതെ ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും.